ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന് പിന്നാലെ കടുത്ത ദുരിതത്തിലും വെള്ളക്കെട്ടിലുമാണ് പുതുച്ചേരിയും തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളും. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലുണ്ടായി 7 പേരെ കാണാനില്ല. ആന്ധ്രയുടെ തെക്കൻ തീരത്തും കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഫിഞ്ചാൽ നിലവിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ ആന്ധ്രാ തീരത്തുകൂടി നീങ്ങുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ദിൽന ദിനേശ് ചേരുന്നു. ദിൽന, ഗുഡ് മോർണിംഗ്. ഈ ഫിഞ്ചാൽ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഏത് രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിലവിൽ ഫിഞ്ചാൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തുടരുകയാണ്. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ അതൊരു ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിനും ആന്ധ്രാ തീരങ്ങൾക്കും വളരെയധികം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ പറയുന്നത് പോലെ ഫിഞ്ചാൽ ദുർബലമായിട്ടുണ്ട് എങ്കിലും തമിഴ്നാട്, പുതുച്ചേരി ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ പ്രളയക്കെടുതിയാണ് ഉണ്ടാകുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. 7 പേരോളം മണ്ണിനടിയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പുതുച്ചേരിയിലാണെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രളയക്കെടുതിയാണ് കാണാൻ കഴിയുന്നത്. 9 മൃതദേഹങ്ങളാണ് ഇതുവരെ പ്രളയക്കെടുതിയിൽ കണ്ടെത്തിയത്. അതിൽ 4 എണ്ണം പുതുച്ചേരിയിൽ നിന്നുള്ളതാണ്. മറ്റൊന്ന്, 10ഓളം ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. വന്ദേ ഭാരത് അടക്കം 10ഓളം ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇതേ തുടർന്നുണ്ടാവുന്നത്. ചെന്നൈ, എഗ്മോർ, ഗുരുവായൂർ എക്സ്പ്രസ് തുടങ്ങിയവ റദ്ദ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, പല സബ്സ്റ്റേഷനുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടത്തും വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആ സബ്സ്റ്റേഷൻ അവിടെയൊന്നും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരി, തമിഴ്നാട്ടിൽ ദിൽന ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ മഴ ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.